ഒന്നും പറയട്ടെ. ഗൈസ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം എല്ലാവർക്കും നല്ല സുഖമായി സന്തോഷമായിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാനിതപ്പം വർക്കൊക്കെ കഴിഞ്ഞിപ്പം എത്തിയതേ ഉള്ളൂ. അപ്പോൾ അമ്മയും ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്, വർക്കൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നുക കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സ്വീറ്റായ എന്തെങ്കിലും സാധനം തിന്നാൻ തോന്നിയുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇന്നൊരു പുഡിങ് ഉണ്ടാക്കാന്നുള്ളത്. അതായത് ഓറിയോ പുഡിങ്. നമുക്ക് ഓറിയോ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അതുമാതിരി തന്നെ എന്താ പറയുക ജെലാറ്റിൻ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്നൊരു ഓറിയോ പുഡിങ് ഉണ്ടാക്കാന്നുള്ളത്. കാരണം അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം എന്താ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു നോക്കി ഇന്ന് അതാക്കാം നമ്മളെ വീഡിയോ. ഓറിയോ പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ചുമ്മാ കണ്ടിട്ട് പോവാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ഇപ്പം ഞാനെന്തൊക്കെയാണ് പറയണം, എൻ്റെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ചയായി. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നൊന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. കുക്കിംഗ് വീഡിയോസും ഡെയിലി വ്ളോഗ്സും അമ്മാതിരി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് കയറി നോക്കുക. അതിൽ കുറച്ചധികം വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഉള്ളൂ. നമുക്ക് എന്നാലും ഓടിപ്പോയിട്ട് നമുക്ക് എന്താ പറയുക പുഡിംഗ് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് ഓറിയോ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ചൈന ഗ്രാസ് ആണ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണം, പിന്നെ അതുമാതിരി 2 ഓറിയോ പാക്കറ്റ് 10 രൂപേൻ്റെ പാക്കറ്റ്, പിന്നെ പഞ്ചസാര കേട്ടോ. ഇത്രയാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ ഇത് വന്നിട്ട് മാസ്റ്റർ ഷെഫിൻ്റെയാണ്. ഇതിൻ്റെ പൈസ എത്രയാണ് നോക്കട്ടെ. ഇത് വന്നിട്ട് നമുക്ക് 50 രൂപയാണ് കേട്ടോ ഈ ഒരു പാക്കിന് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓറിയോ ഒക്കെ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് ക്രീം മാത്രമായിട്ട് എടുക്കണം. ഓക്കെ, ക്രീം എടുക്കുക, ഒരു പാത്രത്തേക്ക് ഇടാം. പിന്നെ മറ്റേ നമ്മൾ ബിസ്ക്കറ്റ് പാട്ടുണ്ടല്ലോ അത് വേറെ ഒരു പാത്രത്തേക്ക് ഇടാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുവരെയുള്ള 2 മൊത്തം പാക്കറ്റിൻ്റെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെയും പരിപാടികൾ ഇങ്ങനെ ചെയ്യണം. അതായത് ക്രീം എടുക്കുന്നു, മാറ്റി വെക്കുന്നു, ബിസ്ക്കറ്റ് അങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇതാണ് നമ്മളെ ചൈന ഗ്രാസ്. നമ്മളിതാ പാക്കറ്റ് നമ്മൾ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതായത് ആ ചൈന ഗ്രാസ് മൊത്തത്തിൽ ആ വെള്ളത്തിൽ ഡിപ്പാവുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതായത് ക്രീം ഒരു ഭാഗത്തും പിന്നെ ബിസ്ക്കറ്റ് മറ്റേ ഭാഗത്തും മാറ്റി വെച്ചല്ലോ, അത് ഇതേമാതിരി ചെറുങ്ങനെ നമ്മൾ കൈ കൊണ്ട് പൊടിച്ചിടുക കേട്ടോ. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം അത് എന്തിനാണെന്നുള്ളത്. അപ്പോൾ അതാ നമ്മളുടെ അതായത് ചൈന ഗ്രാസ് മൊത്തം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ 2 സ്റ്റവിലായിട്ട് നമ്മൾ ഒരു സൈഡിൽ പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ നമ്മൾ ചൈന ഗ്രാസ് എടുത്ത് വെക്കുന്നുണ്ട്. ഇതേമാതിരി രണ്ടും എന്താ പറയുക ഒരേ ടൈമിലാണ് നമ്മൾ വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ ക്രീം ഉണ്ടല്ലോ അത് നേരെ നമ്മളെ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാലിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം നമ്മളൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്രീം ഇപ്പം അതിനകത്താണ്, പാലിനകത്താണുള്ളത്. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് ഇതേമാതിരി തന്നെ ഒന്ന് കൈ വിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പാലിലേക്കായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മളെ മിൽക്ക് മെയ്ഡ്. അപ്പോൾ അത് ഏകദേശം ഒരു സ്പൂൺ അല്ല 2 സ്പൂണോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് പാലൊന്ന് സെറ്റായി വരുന്ന ടൈമിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ, 1 കപ്പ് മൊത്തം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേമാതിരി നമ്മളൊരു എന്താ പറയുക അരിപ്പയിൽ ഒന്ന് നല്ലോണം അരിച്ചിട്ട് ഇങ്ങനെ ഇതൊന്ന് ഫിൽട്ടർ ചെയ്ത് ഇടുക കേട്ടോ, അതായത് നമ്മളെ പാലിലേക്കായിട്ട്. അപ്പോൾ അതിന് ശേഷമായിട്ടൊന്ന് കൈ വിടാണ്ട് നല്ലോണം ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളെ കൈമ പാത്രം ഉണ്ടെങ്കിൽ അതേമാതിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞങ്ങളെടുത്ത് ഈ ഒരു പാത്രമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യല്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊത്തം എന്താ പറയുക പെട്ടി നിറയാൻ തക്കോണമുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഒറിയോൻ്റെ എന്താ പറയുക നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സാധനത്തിൻ്റെ ഒരു ഉപയോഗം വരുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ മേലെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അതായത് ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു
എന്താ പറയുക കട്ടിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇനി ചെയ്യുന്നത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 4-4.5 മണിക്കൂർ നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. നല്ലോണം ഒന്ന് സെറ്റായി എടുക്കട്ടെ. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ആർത്തി മൂത്ത് പെട്ടെന്ന് തന്നെ എടുക്കരുത്, അതൊന്ന് നല്ലോണം ഒന്ന് സെറ്റാവട്ടെ. ഓക്കെ, അങ്ങനെ 4-4.5 മണിക്കൂർ ഏകദേശം ഒരു 4.5 മണിക്കൂറിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുഡിങ് ഇതാ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ്. ആ ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലാവും, നല്ല കിട്ടിലനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും അടിപൊളിയായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു കഷ്ണം ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയൊരു പീസ് താഴെ വീണതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ സ്പൂണും കത്തിയും കൂടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്, കാരണം അത്രയും സോഫ്റ്റാണ്, കൈമിൽ നിൽക്കുന്നേ ഇല്ല. അപ്പോൾ അത് നമ്മളൊന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ. ഹായ് ഗൈസ്, അപ്പം നമ്മളുടെ പുഡിങ് നമ്മളങ്ങനെ ഫൈനലി റെഡി ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ മെയിൻ പരിപാടി കഴിച്ചു നോക്കണം അല്ലേ? എവിടുന്ന് തുടങ്ങുന്ന അടിപൊളി. ഞാൻ വിചാരിച്ച മാതിരിയല്ല, കൊളായില്ല. ഒന്നും പറയട്ടെ, 10 out of 10. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ഒറിയോ ബിസ്ക്കറ്റ് വേണം, പാല് വേണം, പഞ്ചസാര വേണമെങ്കിൽ, പഞ്ചസാര മധുരങ്ങൾക്ക് അധികം വേണമെങ്കിൽ, പിന്നെ ഒരു സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഓക്കെ, മതി. അല്ല, കൂടെ നമ്മളെ ജലാറ്റിനോ അല്ലെങ്കിൽ നമ്മളെ മറ്റേ സാധനം ചൈന ഗ്രാസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റെസിപ്പിയാണ്. ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മധുരമൊക്കെ തിന്നണം എന്ന് തോന്നുമ്പോൾ ഇതേമാതിരി ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്തേക്കുക, പിന്നെ വേണ്ടപ്പോൾ എടുത്ത് മുറിച്ച് തിന്നാം. ഓക്കെ, പിന്നെ അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഒറിയോ പുഡിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ ഇതുമാതിരിയുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടണും കൂടെ ഉണ്ട്, അതിൽ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.